വയനാട് ചുരത്തിൽ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ബ്ലോക്കിന് കാരണം ഒരുപാട് കാരണങ്ങളുണ്ടാവും. നമുക്ക് ഇന്നത്തെ ബ്ലോക്കിന്റെ കാരണം മെയിനായിട്ട് ഒരു വാഹനത്തിന്റെ ഫ്യൂല് കഴിഞ്ഞ് മുകളിൽ നിൽക്കുന്നുണ്ട് ഒരു കാറ്. കാരണം നമ്മൾ ഈ ചുരം കയറാൻ വരുന്ന വാഹനങ്ങൾ ഓണർമാർ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചുരം കയറാനും ഇറങ്ങാനും കണക്കാക്കിയിട്ടുള്ള ഫ്യൂവലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലോക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ ആ ഫ്യൂവല് തീർന്നു പോകും. അങ്ങനെ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റാതെ ബാക്കോട്ട് എടുക്കാൻ പറ്റാതെ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതേപോലെ റേഡിയേറ്ററിൽ വെള്ളം മീറ്റായിട്ട് അഥവാ കൂളന്റോ വെള്ളമോ നോക്കാതെ വണ്ടി പുറപ്പെട്ട് ചുരം കയറുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആയിട്ട് ഓഫ് ആകുന്ന ഒട്ടനവധി വണ്ടികൾ നമ്മൾ സൈഡിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു ചുരം കയറാൻ വരുന്ന വണ്ടികൾ ഇതൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കണം. ടയറ് കാര്യങ്ങൾ, അതേപോലെ ഫ്യൂവല്, റേഡിയേറ്ററിൽ വെള്ളം, ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറാൻ പറ്റും. വെറുതെ ഉണ്ടാക്കുന്ന ഒരു ബ്ലോക്കാണ് ഇവിടെ കാണുന്നത്. അത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ആ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. കാരണം ചുരം കയറാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാരണങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇന്ന് മനസ്സിലായ കാരണം ഇപ്പൊ അതാണ്, ഫ്യൂല് കഴിഞ്ഞിട്ട് അവിടെ മൊത്തം ബ്ലോക്കാണ്. അപ്പൊ ഏകദേശം ഒരു 1.5-3 മണിക്കൂറായിട്ട് മന്ദം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരത്തില് ഒരു പ്രത്യേക ഡ്രൈവിംഗ് ആണ്. അതേപോലെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പല ആളുകളും ഈ ബ്ലോക്കുള്ള സമയത്ത് എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്തു പോകും. സാധാരണ നമ്മൾ നാട്ടുപുറത്ത് ഹൈവേയിലൊക്കെ ബ്ലോക്ക് ഓവർടേക്ക് ചെയ്യുന്നത് പോലെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടുമിക്ക വാഹനങ്ങൾക്കും കയറി വരുന്ന 12-16 വീല് ചരക്ക് ലോറികൾ, വലിയ ടിപ്പർ വണ്ടികൾ ഹെയർ ഓൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ വളവിൽ നിന്ന് ഓൺ അടിച്ചിട്ടാണ് അവർ സാധാരണ കയറി വരല്. അങ്ങനെ ഓൺ അടിക്കുന്ന സമയത്ത് 1-2 വളവിലേക്ക് നമുക്ക് ഓൺ കേൾക്കുമായിരുന്നു. ഇപ്പൊ ഈ ഹെയർ ഓൺ ഒഴിവാക്കിയതിന് ശേഷം അവർ കയറി വന്നതിന് ശേഷമാണ് കാറുകാരൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ഒരുപാട് സാധ്യത കൂടുതലാണ്. ഹെയർ ഓൺ ഇല്ലീഗലാണ്, അങ്ങനെയൊക്കെ ശരിയാണെങ്കിലും ഈ ചുരത്തിലൊരു പരിധി വരെ ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ഇത്തരം വണ്ടികൾക്ക് വലിയ ഹോണ്, അത്യാവശ്യം സൗണ്ട് ഹോണ് വേണം. നമ്മൾ അതിനെ വെളുപ്പിക്കല്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാഹനമായിട്ട് പുറപ്പെടുന്ന ചുരം കയറാൻ പോരുന്ന ആളുകളെ ശ്രദ്ധിക്കുക. കാരണം ഫ്യൂല് നിങ്ങൾ മാക്സിമം ഫ്യൂല് വാഹനത്തിൽ സെറ്റാക്കിയിട്ട് പുറപ്പെടുക. കാരണം ഇതൊരു 1-2 മണിക്കൂർ ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ നിന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബ്ലോക്കാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇലക്ട്രിക് വണ്ടിയൊക്കെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന 12% ഇലക്ട്രിക് വണ്ടികളാണ്, EV ആണ്. അപ്പൊ ഇത്തരം വണ്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇതിലിങ്ങനെ കാണിക്കും 100 കിലോമീറ്റർ ഓടിക്കാണ്ട്, അല്ലെങ്കിൽ 80 കിലോമീറ്റർ ഓടിക്കാണ്ട്. അപ്പൊ ചുരം 15 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അങ്ങനെ വണ്ടി എടുത്ത് പുറപ്പെടും. ഇതേപോലെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് അതിലെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ, കാരണം ഫ്യൂവല് നമുക്ക് പെട്രോൾ പമ്പ് പോയിട്ട് കൊണ്ടുവന്ന് പാർന്ന് വണ്ടി സ്റ്റാർട്ടാക്കി പോരാം. അപ്പൊ EV ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ വലിയ ദുരന്തത്തിലേക്ക് എത്താം. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്, അതേപോലെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം. മറ്റുള്ള ആളുകൾക്കൊക്കെ അതൊരു എനർജി ആവും.